കാലടിയിൽ ഇരുചക്രവാഹനത്തിൽ സഞ്ചരിച്ചിരുന്ന വ്യാപാര സ്ഥാപനത്തിലെ ജീവനക്കാരനെ ആക്രമിച്ച് 22 ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിൽ 10 പേർ പോലീസിന്റെ പിടിയിൽ. കൊടുങ്ങല്ലൂർ സ്വദേശി വിഷ്ണുപ്രസാദ്, പെരിനനം 3 പീടിക ഇല്ലത്ത് വീട്ടിൽ അനീസ്, വരാന്തപ്പള്ളി അനിൽകുമാർ 3 പീടിക ഇല്ലത്ത് അൻസാർ, ലോകമലേശ്വരം സ്വദേശി ഷൈമു, പെരിനനം സ്വദേശി നവീൻ, കണിവളവ് സ്വദേശി അഭിഷേക്, 3 പീടിക സ്വദേശികളായ സൽമാൻ, ഫാരിസ്, ഫിറോസ് എന്നിവരെയാണ് പ്രത്യേക അന്വേഷണ സംഘം പിടികൂടിയത്. ഡിസംബർ 27 വൈകിട്ട് കാലടിയിലെ VKD പച്ചക്കറിക്കടയുടെ പ്രധാന ഓഫീസിൽ നിന്നും കളക്ഷൻ തുകയുമായി സ്കൂട്ടറിൽ പോയ ക്യാഷ്യർ ഡേവിസിനെ മോട്ടോർ സൈക്കിളിൽ വന്ന പ്രതികൾ ബൈക്ക് വട്ടം വെച്ച് സ്കൂട്ടർ മറിച്ചിട്ട് പണം കവരുകയായിരുന്നു. താഴെ വീണ ഡേവിസിന്റെ മുഖത്ത് പെപ്പർ സ്പ്രേ അടിച്ച് വലതുകാലിൽ കത്തികൊണ്ട് കുത്തി പരിക്കേൽപ്പിച്ച ശേഷമാണ് ബോക്സിൽ നിന്നും പണം കവർന്നത്. BKD കമ്പനിയിലെ മുൻ ഡ്രൈവറായിരുന്ന അനിൽകുമാറിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് 1-2 പ്രതികൾ ചേർന്ന് പണം കവർച്ച നടത്തിയത്. ഒരാൾ നേരിട്ട് നമ്മുടെ അക്യൂസ് നമ്പർ 3 ആണ്. നേരിട്ട് ഈ സ്ഥാപനയിൽ ജോലി ചെയ്തിരുന്ന ആളായിരുന്നു. ഈ ആൾ വേറെ ഒരു പോക്സോ കേസിൽ തൃശൂർ സബ് ജയിലിൽ ഉണ്ടായിരുന്നു. ആ സബ് ജയിലിൽ ഉണ്ടായ സമയത്ത് ഈ ആദ്യം അക്യൂസ് നമ്പർ 1 വിഷ്ണുവിനെ ജയിലിലേക്കത് കണ്ടു. അവിടെ ഈ എല്ലാ ഗൂഢാലോചന ഫോം ആയിരുന്നു, എല്ലാ കോൺസ്പിറസി ഫോം ആയിരുന്നു. കഴിഞ്ഞിട്ട് ബാക്കി അക്യൂസ് നമ്പർ 2 അനീഷ്, പിന്നെ അക്യൂസ് നമ്പർ 4 സഞ്ജു, ഈ 2 പേരെയും ഇവർക്ക് ഇത്രയും കുറേ ഇഷ്ടംപോലെ കേസസ് ഉണ്ടായിരുന്നു നേരിട്ട്. സോ ഇവരെയും ജയിലിൽ സെയിം ജയിലിൽ പോകുമ്പോൾ എല്ലാവരും ഒരു മീറ്റിംഗ് ഓഫ് മൈൻഡ്സ് പോലെ ഒരു കോൺസ്പിറസി പോലെ ഫോം ചെയ്തു. ഇത് കഴിഞ്ഞിട്ട് കുറേ തവണ ഇവിടെ പ്രിപ്പറേഷൻ ഉള്ള കാര്യങ്ങൾ ചെയ്തിരുന്നു. വണ്ടി ഈ റെന്റൽ വണ്ടിയാണ്. ഈ വണ്ടി അറേഞ്ച് ചെയ്തിട്ടുള്ള ആളെയും നമ്മുടെ കസ്റ്റഡിയിലേ ഉണ്ട്, ഓൾറെഡി റിമാൻഡ് ആയിരുന്നു. 13 പ്രതികളുണ്ടായിരുന്നു. 10 പേരെയാണ് പിടിച്ചത്. ഇതിൽ 2 പേരാണ് പിടിച്ചത്. ഒരാൾ ആക്ച്വലി അവർക്ക് ആരോഗ്യ പ്രശ്നമുണ്ട്, ഓൾറെഡി നമ്മുടെ വാച്ചിലുണ്ട്, സർവേലൻസിലുണ്ട്. 2 പേർ ക്രൈം നടത്തിയിട്ടുള്ള 2 പേർ നമ്മുടെ കസ്റ്റഡിയിലുണ്ട്. ബൈക്ക് നമ്മൾ റിക്കവർ ചെയ്തിരുന്നു. ഏകദേശം 60% പൈസ നമ്മൾ റിക്കവർ ചെയ്തിരുന്നു. എല്ലാ കോൺസ്പിറസി നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അത് കുറച്ച് പൈസ ഇത് ഈ 2 പേർ സ്പെൻഡ് ചെയ്തു. ഇഷ്ടംപോലെ സ്ഥലങ്ങൾ സന്ദർശിച്ചു. ടോട്ടൽ 13 പ്രതികൾ ഈ സംഭവത്തിൽ ഉണ്ടായിരുന്നു, അത് നമുക്ക് മനസ്സിലായി. പിന്നെ ഈ 13 പ്രതികളിലെ നമ്മൾ ഈ സമയത്ത് വരെ ഇതുവരെ ഏകദേശം 10 പ്രതികളെ പിടിച്ചിട്ടുണ്ട്, അറസ്റ്റ് ചെയ്തു, റിമാൻഡ് ആയിരുന്നു. ഏകദേശം 12 ലക്ഷം രൂപ മണി റിക്കവർ ആയിരുന്നു. അനിൽകുമാർ ഒരു പോക്സോ കേസുമായി ബന്ധപ്പെട്ട ഇരിങ്ങാലക്കുട ജയിലിലായിരിക്കെയാണ് 1-2 പ്രതികളെ പരിചയപ്പെട്ടത്. അവിടെ വെച്ചാണ് ഈ കേസിന്റെ ഗൂഢാലോചന നടന്നത്. ജയിലിൽ നിന്നിറങ്ങിയ അനിൽകുമാർ വീണ്ടും ഈ കമ്പനിയിൽ ജോലിക്ക് കയറുകയും കാരണമുണ്ടാക്കി ജോലിയിൽ നിന്നും പിരിഞ്ഞു പോകുകയുമായിരുന്നു. തുടർന്ന് പ്രതികളെല്ലാം ചേർന്ന് പല സ്ഥലങ്ങളിലായി കണ്ടുമുട്ടി ഗൂഢാലോചന നടത്തുകയായിരുന്നുവെന്ന് പോലീസ് പറയുന്നു. കവർച്ച ചെയ്ത പണം പങ്കുവച്ചതിനു ശേഷം വിഷ്ണുവും അനീസും 2 വഴികളിലായി രക്ഷപ്പെട്ടു. വിഷ്ണുവിനെ പഴനിയിൽ നിന്നും അനീസിനെ വയനാട് നിന്നുമാണ് പോലീസ് പിടികൂടിയത്. അനീസിനെ ഒളിവിൽ പോകാൻ സഹായിച്ചതും വാഹനമൊരുക്കിയതും ഇയാളുടെ സുഹൃത്തുക്കളായിരുന്നു. ഇവരെല്ലാം പല സ്റ്റേഷനുകളിലായി വിവിധ കേസുകളിൽ പ്രതികളാണ്. ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ വൈഭവ് സക്സേനയുടെ നേതൃത്വത്തിൽ പെരുമ്പാവൂർ DSP ശക്തിസിംഗ് ആര്യ, ഇൻസ്പെക്ടർ അനിൽകുമാർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് പ്രതികളെ പിടികൂടിയത്. ന്യൂസ് ഡെസ്ക് ആലുവ.